السلام عليكم ورحمة الله. حياكم الله وبياكم ومرحبا بكم. ഒന്ന് നമ്മളെ കൂടെ ഉള്ളത് ജാബിർക്കാണ്. ഞാൻ ഇരിക്കുന്നത് ജാബിർ ഖാൻ. ഖാന്റെ കസാരമേലാണ്. തുടങ്ങട്ടെ? തുടങ്ങിയില്ല. ഇതൊന്നും കേട്ടോ റീടേക്കൊന്നുമില്ല, എന്റെ വീട്ടിലാണ് ഞാനോ. എന്തൊക്കെ പറയാനുള്ളത്? എന്റെ റൂം മൊത്തത്തിലൊന്ന് വീഡിയോ എടുത്ത് വെക്കാം. അത് പിന്നെ നിർബന്ധമായി പെണ്ണട്ടും ചർച്ചയാക്കട്ടെ, നമുക്ക് റെഡിയാക്കി തരാനാവില്ലല്ലോ. അതെ അതെ അതേ പറഞ്ഞത്. ഇത് ആദ്യം തന്നെ സൊല്യൂഷൻ പറഞ്ഞത്. എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? ജാബിർ ഖാൻ നാട്ടിൽ നിന്ന് തന്നെയാണല്ലോ. എന്തിനാ നാട്ടിൽ നിന്ന് ജാമ്യന്ന് പഠനം പൂർത്തിയാക്കി. മാഷാ അല്ലാ, ബറക്കല്ലാഹു ഫീഹി. പിന്നെ ഇപ്പം എന്താ വർക്ക് എന്താ ചെയ്യണേ നിങ്ങള്? ഞാൻ കമ്പ്യൂട്ടർ ഒന്ന് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക, ശരിയാവുമെന്ന് അറിയില്ല. പക്ഷേ ഇത് റെഡി ആവണില്ല, നെറ്റ് ഭയങ്കര ബോറാണല്ലേ, ഭയങ്കര സ്ലോ ആണ്. 98 പിന്നെ കയറുന്നില്ല. ഓ 98 100ക്ക് എത്താനുള്ള ഇതിലാണ് അല്ലേ? അതെ അതെ അതെ. നല്ല ടൈം എടുക്കണ്ടോ? എന്താ അറിയില്ല, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇനി 98 എത്തിയപ്പോഴാണ് നിങ്ങൾ വന്നതെന്ന് തോന്നുന്നു. പിന്നെന്താ പറയാ, എന്താണ് നമ്മളെ ഹിക്മ ഹബിന്റെ കോ ഫൗണ്ടർ വേറെന്താ പറയല്? വേറെന്താ സാധനം ഉണ്ടല്ലോ, കോ ഫൗണ്ടർ വേറെ സാധനം കൊണ്ടല്ലോ, എന്താ സിഇഒ അതന്നെയാണ് കോ ഫൗണ്ടർ അല്ല, സിഇഒ ആണ് ഇവിടെ ഉള്ളത്. പിന്നെ എന്താണ് ഹിക്മ ഹബിന്റെ വിശേഷങ്ങൾ? സുഖമായി പോകുന്നു. ഇപ്പൊ ഏതൊക്കെ കോഴ്സാണ് ഹിക്മ ഹബിലുള്ളത്? ഹിക്മാബില് അറബി പഠിപ്പിക്കുന്ന കോഴ്സാണ് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് റമദാനിൽ ലീവ് ആയിരിക്കും. അതിനുശേഷം പുതിയൊരു ബാച്ച് ഉടനെ ആരംഭിക്കും. ഹിക്മാബിനെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യണം. കുറിച്ച് ഇൻഷാ അല്ലാഹ് അതിന്റെ സൈറ്റ് ഒക്കെ പരിചയപ്പെടുത്തി. അത് ആപ്പ് ഉണ്ടോ? അത് എനിക്ക് തോന്നുന്ന ഒരു 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നല്ലത്. 2-3 മാസം നമ്മളൊരു വർക്കിലാണ്, ബാക്ക് വർക്കിലാണ്. അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ റിസൾട്ട് എല്ലാവരിലേക്കും എത്തിക്കാം. ഹിക്മാബിനെ കുറിച്ച് പറയുമ്പോൾ നേരെ അത്ഭുതപ്പെടുത്തിയ സംഗതിയും, ഹിക്മാബ് അത് ഏൺ ചെയ്യല്ല, അതിന് ഫീ ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഏൺ ചെയ്യാനല്ല, എന്താണ് റൺ ചെയ്യാനാന്നുള്ള ഒരു കോട്ടാണ് ജാബിർക്ക് പറഞ്ഞത്. അഥവാ ഇതിന് കുറെ ലാഭം ആരും എടുക്കണില്ല, പക്ഷെ ഇത് ഒക്കെ നടന്നു പോകണം, അഥവാ നോൺ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നോൺ പ്രോഫിറ്റ് പോകണം. അതെ. അപ്പോൾ ഹിക്മാബിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ പറയാം. ഇപ്പോൾ ജാബിർക്ക ഇപ്പോൾ അവിടെ ജാമ്യ ഇസ്ലാമിയയില് കൊല്ലത്ത് ശരിയാല് സെക്കൻഡ് സെമ്മാണ്. അപ്പോൾ എന്തൊക്കെയാ എന്നിട്ട് കുല്ലിയിലെ വിശേഷങ്ങൾ? കുല്ലിയിൽ അൽഹംദുലില്ലാ നല്ല രൂപത്തിൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ക്ലാസ്സുകൾക്ക് കുഴപ്പമില്ല, ജാമ്യക്ക് കുഴപ്പമില്ല, എല്ലാം ഉഷാറായി നടക്കുന്നുണ്ട്. നമ്മളെവിടെ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. അതിനനുസരിച്ച് നമ്മൾ തയ്യാറായാൽ അല്ലല്ല, അത് ഞാൻ എന്റെ കാര്യമില്ല, നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. ഒന്ന് ലാസ്റ്റ് പീരീഡ് ഷെയ്ഖ് വന്ന് ക്ലാസ്സിൽ ചോദിച്ചാതാ, എത്ര കാലമായി നമ്മളെ നിസ്കാരത്തിന്റെ, എത്ര കാലം നമ്മൾ ഖുറാനോത്തിന്റെ ഒക്കെ പ്രാധാന്യം കേൾക്കുന്നത്. അത് കേട്ടിട്ട് എത്രത്തോളം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും ശരിക്കും എന്തിനാ ഇൽമ പഠിക്കുന്നത് ആലോചിച്ചുണ്ടോ? ഇൽമ പഠിക്കുന്നതിന്റെ ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, അതെന്താ? നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടല്ലോ, എന്തിനൊരു ലക്ഷ്യം ഉണ്ടാവും. ലക്ഷ്യം ഇല്ലെങ്കിൽ പിന്നെ വെറുതെയാണ്. അപ്പൊ ഇൽമ പഠിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഷെയ്ഖ് പറഞ്ഞത് ഖശ്യത്ത് ഉണ്ടാവണം. ജോലിയാണോ ലക്ഷ്യം? അല്ല. നമ്മളിവിടെ ജാമിഅ ഇസ്ലാമി വന്നതിന്റെ ലക്ഷ്യം ജോലിയല്ല. ജോലി അത് വേറെ, അതല്ല ലക്ഷ്യം. ഇപ്പൊ നമ്മള് ഏതുപോലെന്ന് അറിയൂ, ഷെയ്ഖ് ഉദാഹരണം പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനാ വിശപ്പ് മാറാനാണോ? അല്ല, ഒരിക്കലും വിശപ്പ് മാറാനല്ല ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പ് മാറൂലേ? വിശപ്പ് മാറും. ഒരിക്കലും വിശപ്പ് മാറാൻ വേണ്ടി ഭക്ഷണം കഴിക്കില്ല. അതേപോലെ ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ ഇസ്ലാമിക് സ്റ്റഡീസ് ഒരിക്കലും ജോലി കിട്ടാൻ വേണ്ടി പഠിക്കില്ല, പരലോകത്തിന് വേണ്ടി പഠിക്കുക. ജോലി അത് അതിന്റെ വഴിക്ക് വരും, പക്ഷെ ജോലി ആവരുത് ശരിയാ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷ്യം. ശരിയാ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, മതം പഠിക്കുന്ന ഒരു വ്യക്തി, അവന്റെ ലക്ഷ്യം അത് പരലോകമാവണം. അഥവാ ഇൽമ പഠിക്കുന്നതിലൂടെ ഖശ്യത്ത് ഉണ്ടാവണം. ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിൽ ഉലമാ എന്ന ആയത്താണ് സൗദിയിൽ പറഞ്ഞു. അങ്ങനെ ഒരു ലക്ഷ്യം ഷെയ്ഖിന്റെ ഒരു അനുഭവം പറഞ്ഞു. ഷെയ്ഖ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അടുത്തിരിക്കുന്ന ഒരു UK-യിലുള്ള ആണ്, കുറച്ച് ഷെയ്ഖിനേക്കാൾ പ്രായമുണ്ട്, കുറച്ച് മുമ്പത്തെ സംഭവം. അപ്പൊ ഷെയ്ഖ് പറയാണ്, ഞങ്ങൾ കുറച്ച് ഞാനൊന്നും സംസാരിച്ചില്ല, കുറേ നേരം ഞാൻ ഇങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഇത് ഉപയോഗപ്പെടുത്തിക്കൂടാ? ഈ ഒരു ഇരുത്തം
തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താലോ അല്ലെങ്കിൽ സംസാരിച്ചാലോ. അപ്പോൾ അതൊക്കെ ഞാൻ ചോദിച്ചു. അയാൾ പുസ്തകം വായിക്കുന്നു. ചോദിച്ചു, എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കാമല്ലോ, എനിക്ക് ഒപ്പമുണ്ടോ, ചില കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഇല്ല സംസാരിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യം? അതൊരു സ്ത്രീ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഷെയ്ഖ് ആദ്യം സംസാരിക്കേണ്ട വിചാരിച്ചു. കാരണം ഫ്ലൈറ്റാണ്, മാറിയിരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഷെയ്ഖ് ആലോചിച്ചു, എന്തുകൊണ്ട് ഈ ഒരു മുജാലസ ഉപയോഗപ്പെടുത്താം, ഹറാമല്ലാണ്ട് അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ദാവത്തിന്റെ രൂപത്തിൽ ആലോചിച്ചുകൂടാ. കാരണം ചിലപ്പോൾ അവർക്ക് എത്രത്തോളം എന്ത് കിട്ടിയിട്ടുണ്ടാവില്ല, ദീനിയായ ഒരു സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ദാവത്തോ എത്രത്തോളം എത്തിക്കണേ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഷെയ്ഖ് പറയാണ്, ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളെ ലക്ഷ്യം? നമ്മൾ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാവില്ല, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? എനിക്ക് നിങ്ങൾക്ക് എന്നേക്കാൾ നല്ലതാണെങ്കിൽ എനിക്ക് അതിർക്കാനാണ്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് 2 മക്കളുണ്ട്, ഒന്ന് 13 വയസ്സ്, ഒന്ന് 15 വയസ്സ്, അല്ലെങ്കിൽ ഏകദേശം അത്ര പ്രായമുള്ള 2 മക്കളുണ്ട്. ഓരോ നല്ല രൂപത്തിൽ പഠിപ്പിച്ച് നല്ലൊരു ജോലിയിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, മാഷാ അല്ലാഹ്. അപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, അപ്പോൾ ഇവരെ പഠിപ്പിക്കാൻ എത്ര വർഷം വേണ്ടി? ഒരു 10 കൊല്ലം മാക്സിമം പോലെ. 10 കൊല്ലം മതി, ഞങ്ങളെ നാട്ടിൽ 10 കൊല്ലം ആകുമ്പോൾ നല്ലൊരു ജോലി ഇപ്പോൾ തന്നെ തയ്യാറായി കിട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, അപ്പോൾ 10 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷ്യം ഉണ്ടാവില്ല ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഒരു 55 വയസ്സ്, ഒരു 65 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ലക്ഷ്യമില്ല ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ കയ്യിലുള്ള പുസ്തകം മടക്കി വെച്ചു. എന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു. എന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ചു. എന്നിട്ട് പറയാണ്, ഞാനാണ് ആലോചിച്ചിട്ടില്ല. അല്ല, അപ്പോൾ 65 വയസ്സിന് ശേഷം പിന്നെ നിങ്ങൾ വെറുതെ ജീവിക്കണോ? ജീവിതത്തിന് ലക്ഷ്യമില്ല ചോദിച്ചു. ജീവിതം പിന്നെ എന്തിനാണ് ചോദിച്ചു. അപ്പോൾ സ്ത്രീ അത്ഭുതപ്പെട്ടു. പിന്നെ ഞാൻ എന്താ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, നമ്മൾ ജോലി ചെയ്യാനല്ല ജീവിക്കണത്, വിശപ്പ് മാറാനല്ല ഭക്ഷണം. അതായത് നമ്മൾ ജീവിതം എപ്പോഴും ഒരു അർത്ഥവത്തായ ഒരു കാര്യത്തിനാണ്. അപ്പോൾ നമ്മൾ ഇൽമ പഠിക്കുന്ന എന്തിനായിരുന്നു? ഖശിയത്ത് ഉണ്ടാവാൻ വേണ്ടി. അപ്പോൾ ആ ഖശിയത്ത് ഉണ്ടാവുക, അത് അമല് ചെയ്യും കൂടെ വേണം. കുറേ കാര്യങ്ങൾ പഠിച്ചു, എന്തിന്? ഒരു ഉപകാരമില്ല. പ്രവാചകന്റെ ഒരു ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ഖൗലാണ് ഓർക്കുന്നത്. എന്താ പറഞ്ഞത്? ഒരു ആൾക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വന്നപ്പോൾ പഠിപ്പിച്ചു കൊടുത്തു. 3 മസാലകൾ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം വന്നപ്പോൾ, പിന്നീട് ഒരിക്കൽ വന്നപ്പോൾ ചോദിച്ചു, എന്താ പഠിച്ചില്ല, എന്താ ചെയ്ത് ചോദിച്ചു. അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. എന്തിനാണ് നിന്റെ പേരിൽ ഒരുപാട് തെളിവുണ്ടാക്കി വെക്കണത്? നിനക്കെതിരെ എന്തിനാണ് പിന്നെ തെളിവുണ്ടാക്കി വെക്കണത്? പഠിച്ചിട്ട് അത് അമൽ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, അടുത്ത പഠിച്ചാൽ മതി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അതോ ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഞാൻ ഓർക്കുന്നത്. അല്ലാഹു അലം. 2 വർഷമല്ലേ ബഖറ പഠിക്കാൻ വേണ്ടി എടുത്തത്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണി നമ്മളെ അസർ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ? ഒരു 10 ആയത്ത് പഠിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, അടുത്ത എന്തിനാണോ ഓൽക്ക് 10 ആയത്ത്? അറബികളെ കുറിച്ച് നമുക്ക് അറിയാം, ഓൽക്കൊരു കവിത അല്ലെങ്കിൽ ഒരു വാചകം, അവർ ഹിഫ്ദിൽ വളരെ മികച്ച നിലവാരം പുലർത്തിയ ആൾക്കാരാണ്. ഒരു ഹിഫ്ദിനല്ലേ സമയം എടുക്കണം. എന്തിനാ? അത് തത്ബീഖിയൻ, അഥവാ ജീവിതത്തിൽ പ്രാക്ടിക്കലി അത് കൊണ്ടുവന്നിട്ട് അടുത്ത പഠിക്കുക. മാഷാ അല്ലാഹ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, നമ്മൾ ജാമ്യയിൽ പഠിക്കുന്നുണ്ട്, ദീനെ മനസ്സിലാക്കാണ്ട്, ഹറമിലെ ദർസുകൾ ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ഓൺലൈനിൽ. നമ്മൾ എല്ലാവരും സാഹചര്യം ഇതാ, ഇതൊന്നും അറിയാത്ത ആൾക്കാരില്ല. പക്ഷെ അറിഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ അമലിൽ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് ഗൗരവപൂർവ്വം ആലോചിക്കണം എന്നുള്ളതാണ് എനിക്ക് എന്നോട് സ്വന്തത്തോട് പറയാനുള്ളത്. സന്തോഷം. പിന്നെ ഇൻഷാ അല്ലാഹ് പിന്നെ മറ്റു അവസരത്തിൽ നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഏകദേശം സമയം 8:09. ഇനി ക്ലാസ്സിലേക്ക് പോകാനായിട്ടുണ്ട്. സമയത്തായി സമയം 3:15 ഇപ്പോൾ ഒരു സാധാരണ തിങ്കളാഴ്ച ഈ 10 to 11 എല്ലാവർക്കും ബ്രേക്ക് ആയിരിക്കും. ചില കോമൺ ആയിട്ട് എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ കായൽ ഓഡിറ്റോറിയത്തിൽ പരിപാടി ഉണ്ടാകുന്നല്ലാതെ ഈ സമയം എല്ലാവർക്കും ഫ്രീ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ വർക്കിന് അവർക്ക് റൂമിലേക്ക് വന്നതാണ്. അവർക്ക് ഇപ്പോൾ താമസം പുറത്താണ്, വരുമ്പോൾ എൻ്റെ റൂമൊക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.